കുട്ടിമണീസ് ആൻഡ് കുട്ടപ്പൻസ് എല്ലാവർക്കും ക്ലാസിക് മ്യൂവിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു ചെറിയ മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വെറും 3 സാധനം മാത്രം മതി. അപ്പോൾ കുറച്ച് സാധനം യൂസ് ചെയ്തിട്ട് ഒരു മേക്കപ്പ് ലുക്ക്, അത്ര വലിയ മേക്കപ്പ് ലുക്കൊന്നുമല്ല. മേക്കപ്പ് ലുക്കിൽ കുറേ സാധനങ്ങൾ വേണ്ടി വരും. ബ്ലഷ്, കോൺടോർ, ഹൈലൈറ്റർ, കൺസീലർ. അപ്പോൾ അതൊന്നുമില്ല, സിമ്പിൾ ജസ്റ്റ് ബേസിക് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ്, ഗ്രീൻ ടീയുടെ, ഗുഡ് വൈബ്സിന് ഗ്രീൻ ടീയുടെ ടോണറാണ്, ഗ്ലോ ടോണറാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലോ അല്ല, മീൻസ് നമ്മുടെ ഫേസിനൊരു എന്താ പറയുക, ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. എൻ്റെ കുറച്ച് കോമ്പിനേഷണൽ സ്കിന്നാണ്. ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഓയിലിയാണ്. വിൻ്റർ സീസണിൽ എനിക്ക് കുറച്ച് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട് സ്കിന്ന്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഗ്രീൻ ടീയുടെ ഗുഡ് വൈബ്സിൻ്റെ. ഞാൻ ടോണർ തന്നെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീയുടെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 195 ആണ് ഇതിൽ കാണിക്കുന്നത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ 150 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ, 150 അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോണർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടോണർ അടിച്ചിട്ട് ഒന്നിങ്ങനെ പാറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞാൻ പാർലറിൽ പോയിട്ട് ചെയ്തിട്ടില്ല. ഞാൻ വെറും ഐബ്രോസ് മാത്രമേ ചെയ്യാൻ പോയിട്ടുള്ളൂ പാർലറിൽ. ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ ഫ്രഷ് ഫേസ് ആണിത്. ഞാൻ ഓൺലി ഐബ്രോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഐബ്രോസും എടുത്തിട്ടില്ല. ഇതാണ് എൻ്റെ നാച്ചുറൽ ലുക്ക്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ടോണർ, ബാക്കി എല്ലാ സംഭവങ്ങളും ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അതാ ഒന്ന് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നോർമൽ മോയ്സ്ചറൈസർ, നമ്മൾ പോൺസിൻ്റെ മോയ്സ്ചറൈസർ, നോർമൽ നമുക്ക് കിട്ടാവുന്ന മോയ്സ്ചറൈസർ, അത്ര വലിയ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്യണ്ട. അത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് കുറച്ചൊന്ന്, നമ്മൾ പിന്നെ എപ്പോഴും മേക്കപ്പ് ഇടുന്നതിന് മുന്നേ മോയ്സ്ചറൈസർ പക്ക യൂസ് ചെയ്യണം കേട്ടോ. കാരണം മേക്കപ്പ് ഇടുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ അങ്ങനെയൊക്കെ ചിലർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഓയിലി ആണെങ്കിലും നോർമൽ ആണെങ്കിലും എല്ലാവരും മോയ്സ്ചറൈസർ ഇട്ടിട്ട് മേക്കപ്പ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതല്ല. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ ഇതെനിക്ക് തോന്നുന്നു ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും ഒരു പൊടിക്ക് താഴത്തെ ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇരിക്കുമെന്ന്. ഇതിൻ്റെ ബീച്ച് ഷെയ്ഡും പിന്നെ മൗസ് പോലത്തെ എന്തോ സംഭവം ഞാൻ കണ്ടു ഫ്ലിപ്കാർട്ടിൽ, കാരമൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ബ്ലൂ ഹെവൻ്റെ. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് ഇത് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഓൺലൈനിൽ ഞാൻ മേടിച്ചിട്ടില്ല കാരണം എനിക്ക് ഷെയ്ഡിൻ്റെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇത് ട്രൈ ചെയ്യാം. ഇത് കണ്ടില്ലേ? ഓക്കെ, ശരിക്കും ബ്ലെൻഡ് ആയിട്ടുണ്ട്. എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഓക്കെ, നമുക്കിനി ഫൗണ്ടേഷൻ അല്ല, കോമ്പാക്ട് പൗഡർ.
അപ്പോൾ കോമ്പാക്ട് പൗഡർ വന്നിട്ട് ഹ്യൂദ ബ്യൂട്ടിയുടെ കോമ്പാക്ട് പൗഡറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് 2-in-1 കോമ്പാക്ട് പൗഡർ ആണെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 2-in-1 കോമ്പാക്ട് പൗഡർ. ഇതാ ഇതിൽ ഇങ്ങനൊരു സ്പഞ്ച് ഉണ്ട്, 2 ഷെയ്ഡ് ഉണ്ട് ഇതിൽ. അതുകൊണ്ടാണ് 2-in-1 കോമ്പാക്ട് പൗഡർ. ഞാൻ താഴത്തെ ഷെയ്ഡ് അങ്ങനെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് ഗ്ലിറ്ററി ഷെയ്ഡാണ്. ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പിന്നെ പൗഡർ എപ്പോഴും കഴുത്തിന് കൂടി ഇടണം കേട്ടോ. ഫേസിൽ മാത്രമല്ല, കുറച്ച് നെക്ക് സൈഡിൽ ഇട്ട് തന്നെ നല്ലതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് നോർമൽ സാധാരണ കാജലാണ് കടയിൽ നിന്ന് മേടിച്ചത്. ല്യൂക്സ് ബോൺജോർ അങ്ങനെ എന്തോ പേരാണ്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്യാം. കാജലിടാം. ഇനി നമുക്ക് ഐലൈനർ ഇടാം കേട്ടോ. ഞാൻ ലാക്മേയുടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിടാം. പിന്നെ ഞാനൊരു ചെറിയ ഹാക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ചില കാജലൊക്കെ സ്പ്രെഡ് ആവില്ലേ നല്ലപോലെ. അപ്പോൾ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ നോർമൽ പൗഡർ ഇല്ലേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പൗഡർ, അത് നമുക്ക് ബഡ്സിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാജൽ സ്പ്രെഡ് ആവാതിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഹാക്കാണത്. ഞാൻ സാധാരണ അങ്ങനെ പൗഡർ വെക്കുകയാണ് ചെയ്യാറ്. പക്ഷേ കണ്ണിൻ്റെ ഉള്ളിൽ പൗഡർ പോകരുത് കേട്ടോ. താഴെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തിട്ട് ഒന്നിങ്ങനെ തടച്ചു കൊടുത്താൽ മതി. അപ്പോൾ കാജൽ സ്പ്രെഡ് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഹുദ ബ്യൂട്ടിയുടെ ലിക്വിഡ് മാറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിടാം. ലിപ്സ്റ്റിക്ക് ഇടുന്ന മുന്നേ തന്നെ എന്തെങ്കിലും വാസ്ലിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി എൻ്റെ അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ചെറുതായിട്ട് വാസ്ലിൻ തേച്ചിട്ട് വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഫുൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ അല്ലെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് ഇടാം കേട്ടോ, ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ത്യൻ വെയർ ആണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പൊട്ട് വയ്ക്കാം. പൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫൈനൽ ലുക്കായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഫൈനൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഹാക്ക് പറഞ്ഞുതരാൻ മറന്നുപോയി. നമ്മുടെ നോർമൽ ഐലൈനർ, നമ്മുടെ കയ്യിൽ മസ്കാര ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഐലൈനർ ഇല്ലേ, അതിന് ശരിക്കൊന്ന് ഇതാക്കുക. മീൻസ് അത്രയ്ക്കൊന്നും കൂടുതൽ അതിൽ ഉണ്ടാവാൻ പാടില്ല. തിന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ നമുക്ക് ജസ്റ്റ് മസ്കാര പോലെ ഇടാം കേട്ടോ. ഇതൊരു സിമ്പിൾ ഹാക്കാണ്. നെക്സ്റ്റ് നമുക്ക് മുടി കെട്ടാം. എൻ്റെ മുടിയിൽ ഓൾറെഡി എണ്ണയുണ്ട്. അപ്പോൾ ഇത് ഷോർട്ട് ഹെയറുമാണ്. അപ്പോൾ ഷോർട്ട് ഹെയറിൽ തന്നെ നമുക്ക് ഏതെങ്കിലും സ്റ്റൈൽ നോക്കാം. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലൊന്നും ഇങ്ങനെ മുകളിലേക്ക്
ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഉള്ള പോലെ തോന്നും. നമുക്ക് ബോബി പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ രണ്ട് സൈഡും ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് മുടി ഞാൻ തന്നെ നമുക്കൊരു സൈഡ് ബൺ പോലെ നമുക്ക് കെട്ടി ആദ്യം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇങ്ങനെ വെക്കാം. അത് കൊണ്ടു നിൽക്കും. എന്നിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ പൂ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒന്ന് വെച്ച് നോക്കാം. അപ്പം നമുക്കിനി കമ്മലിടാം. എന്താ ഈ കമ്മലാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇത് സാരിയുടെ ഒപ്പോ ഡ്രസ്സിൻ്റെ ഒപ്പോ എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. പൂവിൻ്റെ കളർ മാത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ച് ചൂസ് ചെയ്യണം. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് പൂ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള പൂ ആയതുകൊണ്ടാണ്, പൂവല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഏതെങ്കിലും നല്ല മാച്ചിങ് ആയിട്ടുള്ള പൂ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും ഞാൻ മേക്കപ്പ് ലുക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ.